ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൽ ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ലോകപ്രസിദ്ധ കാർട്ടൂണിസ്റ്റായ ശങ്കറിൻ്റെ സ്കൂൾ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ശങ്കർ കുടവയറുള്ള ഒരു പോസ്റ്റ്മാൻ്റെ ചിത്രം വരയ്ക്കുകയായിരുന്നു. അധ്യാപകൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടു. അധ്യാപകൻ അവനോട് ചോദിച്ചു, ശങ്കരപ്പിള്ള, നീ എന്തെടുക്കുകയാണ്? അവൻ മറുപടി പറയാൻ വിഷമിച്ചു. അധ്യാപകൻ അടുത്തു വന്ന് അവൻ വരച്ച ചിത്രം എടുത്തു നോക്കി. ചിത്രം കണ്ട് അധ്യാപകൻ ദേഷ്യത്തോടെ പറഞ്ഞു, നീ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകൂ. അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്നവൻ ഒരു തീരുമാനമെടുത്തു, നല്ലൊരു കാർട്ടൂണിസ്റ്റ് ആകണം. ആ തീരുമാനം അവൻ നിറവേറ്റുകയും ചെയ്തു. ശങ്കരപ്പിള്ള പിന്നീട് ശങ്കർ എന്ന പേരിൽ വലിയ കാർട്ടൂണിസ്റ്റായി. എല്ലാവരും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നു, അതിനായി കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷേ വിജയങ്ങൾക്ക് പകരം പരാജയങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നു. അതിൽ മനംനൊന്ത് മദ്യത്തിലും മയക്കുമരുന്നിലും ആശ്വാസം തേടുന്നവരുമുണ്ട്. ചിലർ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു. വിജയങ്ങൾ നേടി ജീവിതത്തിൽ വലിയവരാകുവാൻ ഏതാനും വഴികൾ ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, ആത്മവിശ്വാസം കൈമുതലായി സൂക്ഷിക്കുക. ആത്മവിശ്വാസമുള്ളവൻ്റെ പരിശ്രമങ്ങൾ വിജയം കാണും. ആത്മവിശ്വാസം എന്നത് തന്നോട് തന്നെയുള്ള വിശ്വാസമാണ്. നാം കഴിവുകൾ ഉള്ളവരാണെന്നും ഈ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ വളരാൻ സാധിക്കുമെന്നും വിശ്വസിക്കണം. അമേരിക്കൻ ശാസ്ത്രപിതാവായ വില്യം ജെയിംസിൻ്റെ അഭിപ്രായം, ഏതൊരു സാഹചര്യത്തിലും വിജയത്തിനുള്ള ഏറ്റവും പ്രധാനമായ ഘടകം നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസമില്ലാതെ വിജയിക്കുക സാധ്യമല്ല. വിശ്വസിക്കുന്നവന് സകലവും സാധ്യമാണ് എന്ന് നാം ഇന്നത്തെ കുറിവാക്യത്തിൽ കേട്ടുവല്ലോ. രണ്ടാമതായി, നിരന്തരമായി അധ്വാനിക്കുക. അധ്വാനം ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. പരിശ്രമങ്ങളിലൂടെയാണ് ആരും ജയിക്കുന്നത്. ഇന്ന് നാം കാണുന്ന ശാസ്ത്ര സാങ്കേതിക പുരോഗതികളെല്ലാം മനുഷ്യരുടെ പരിശ്രമ ഫലമാണ്. പരിശ്രമിക്കാത്തവന് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയില്ല. ലോകത്തിൻ്റെ വെളിച്ചം എന്ന സുപ്രസിദ്ധ ചിത്രം വരച്ച ഹോൾമാൻ ഹണ്ടിനോട് ഒരിക്കൽ ആരാധകൻ ചോദിച്ചു, കൈകൊണ്ട് ഇത്ര മനോഹരമായ ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി, ദിവസത്തിൽ 8 മണിക്കൂർ വീതം 40 കൊല്ലം പരിശീലിച്ചാൽ മതി. അധ്വാനത്തിൻ്റെ ആവശ്യം അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു. മൂന്നാമതായി, പരാജയങ്ങളിൽ തളരരുത്. നമ്മുടെ പരിശ്രമത്തിനിടയിൽ പരാജയങ്ങൾ ഉണ്ടായെന്ന് വരും. പരാജയങ്ങളിൽ തളർന്ന് പരിശ്രമത്തിൽ നിന്നും പിന്മാറരുത്. പരാജയങ്ങളെ ധീരതയോടെ നേരിടുക. പരാജയങ്ങളെ ഭയപ്പെടുന്നവർക്ക് വിജയം നേടാൻ കഴിയുകയില്ല. പരാജയങ്ങൾ വിജയത്തിലേക്ക് നയിക്കുന്ന പടവുകളായി കണ്ടുകൊണ്ട് അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുക. നാലാമതായി, ലക്ഷ്യം മുന്നിൽ കാണുക. ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം പരിശ്രമത്തിൽ ഏർപ്പെടാൻ. ലക്ഷ്യബോധമില്ലാത്തവന് പരാജയങ്ങളും പാളിച്ചകളും ഉണ്ടാകും. ലക്ഷ്യബോധമുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ അധ്വാനത്തെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയും. വിജയം ലക്ഷ്യത്തെ ആശ്രയിച്ചിരിക്കും എന്നതിൽ സംശയം വേണ്ട. അഞ്ചാമതായി, ജീവിതം ദൈവത്തെ ഏൽപ്പിക്കുക. നമ്മുടെ ജീവിതത്തെയും പരിശ്രമങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ മാത്രമേ വിജയം നേടാൻ സാധിക്കൂ. ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാത്തവൻ്റെ ജീവിതം തികഞ്ഞ പരാജയമായിരിക്കും. ജീവിതത്തിൽ പ്രതിബന്ധങ്ങളും പരാജയങ്ങളും തകർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവം സഹായത്തിനുണ്ട് എന്ന ചിന്ത നമുക്ക് പ്രത്യാശ നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തെ നമുക്ക് ഏൽപ്പിക്കാം. നാം പ്രതീക്ഷിക്കുന്ന വിജയം ലഭിക്കുന്നില്ലെങ്കിലും ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ജീവിതത്തിൽ വിജയം നേടാൻ നാം ഈ പഞ്ചതത്വങ്ങൾ പരിശീലിച്ച് നോക്കണം. വിജയം നമ്മുടെ കൂടെ വരും. നമ്മുടെ പരിശ്രമങ്ങളെല്ലാം വിജയമായി കാണുന്നത് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ജീവിതത്തിൽ വിജയിക്കുമ്പോഴാണ് ജീവിതം നമുക്ക് സന്തോഷവും ആഹ്ലാദവും തരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് നയിക്കുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവെ ആത്മവിശ്വാസത്തോടെ ജീവിപ്പാൻ, കർത്താവെ നിരന്തരമായി അധ്വാനിക്കുവാനും പരാജയങ്ങളിൽ തളരാതെ കർത്താവെ നിന്നിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞങ്ങളുടെ കർത്താവിന് നൽകുവാൻ തക്കൊണ്ട് അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.